ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിയാനി കിച്ചൺ. നമുക്കിന്നിവിടെ ഗ്രേപ്സ് കൊണ്ടൊരു മസാല ചാട്ട് ഉണ്ടാക്കിയെടുക്കാം. ഞാനതിന് ഗ്രീൻ കളറുള്ള കുറച്ച് ഗ്രേപ്സാണ് എടുത്തിരിക്കുന്നത്. ഇതൊക്കെ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെള്ളമയമൊക്കെ തുണി കൊണ്ട് തുടച്ച് കൊണ്ടുവച്ചിരിക്കുന്നതാണ്. അപ്പം ഇതുകൊണ്ട് നമുക്കൊരു 2 മിനിറ്റ് മതി. 2 മിനിറ്റ് കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാല ചാട്ട് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഗ്രേപ്സിനെയൊക്കെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. ഇതെല്ലാം ഒന്ന് ചെറുതായിട്ട് വരഞ്ഞു കൊണ്ടുവരാം. നമ്മളെല്ലാ ഗ്രേപ്സും ഇതുപോലൊന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1/2 സ്പൂണോളം മതി കേട്ടോ. അത്ര മതി. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആദ്യം കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. കുറച്ച് മുളക് പൊടി. നമ്മൾ ഗ്രേപ്സ് എത്ര എടുക്കുന്ന അതിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് എരിവിനൊക്കെ അനുസരിച്ചുള്ള മുളക് പൊടി ഇട്ടാൽ മതിയേ. അത് കഴിഞ്ഞിട്ട് നമ്മളിടുന്ന കുറച്ച് ചാട്ട് മസാലയാണ്. കുറച്ച് മതി, ഒരു നുള്ളു. നമ്മൾ ഗ്രേപ്സ് വളരെ കുറച്ചല്ലേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു സ്വല്പം കായം പൊടി, കുറച്ച് മതി കേട്ടോ, വളരെ കുറച്ച്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി വേണ്ടത് കുറച്ച് വിനീഗറാണ്. ഒരു 1/4 സ്പൂണോളം മതി. അതും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യാം, അപ്പോഴേ നല്ലതുപോലെ മിക്സായി വരുള്ളൂ. നമ്മൾ മസാലയും വെളിച്ചെണ്ണയും എല്ലാം കൂടി ഇട്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് ആകട്ടെ ഇതിന്. ഒരെണ്ണം നമുക്ക് കഴിച്ച് നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റ് ആകട്ടെ ഇത്. ചൂട് സമയത്ത് ഇതുപോലെ മസാലയൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് കഴിക്കാൻ നല്ലൊരു അടിപൊളി ടേസ്റ്റ് ആകട്ടെ ഇതിന്. അപ്പം 2 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഈ സിമ്പിൾ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി എല്ലാവരും കഴിച്ച് നോക്കണേ. ഈ ഗ്രീൻ ഗ്രേപ്സ് കൊണ്ട് അച്ചാർ ഉണ്ടാക്കാനും നല്ലതാകട്ടെ. ഞാൻ ഇതിൻ്റെ അച്ചാറും ഉണ്ടാക്കിയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇതുകൊണ്ട് അച്ചാർ ഉണ്ടാക്കിയാലും. അപ്പോൾ ഇതിഷ്ടമായെങ്കിൽ ഇതുപോലെ തയ്യാറാക്കി കഴിച്ച് നോക്കണേ. അപ്പം മറ്റൊരു സിമ്പിൾ വീഡിയോയുമായി നമുക്ക് മിയാനി കിച്ചണിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. ബൈ.